വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിലെ 1 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ അനലൈസ് ചെയ്തത്. ഇന്ന് നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലിസൺ ടു 16th ക്വസ്റ്റ്യൻ. ആൻ ഓൺലൈൻ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് ഡിജിറ്റൽ ക്ലാസ്സസ് ആർ സുപ്പീരിയർ ടു റെഗുലർ എഡ്യൂക്കേഷൻ ഈസ് bring organized for your class. Write 4 arguments either favoring or opposing this idea. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഡിബേറ്റ് ആണ്. ഡിബേറ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ടോപ്പിക് എന്താ? ഡിജിറ്റൽ ക്ലാസ്സസ് ആർ സുപ്പീരിയർ ടു റെഗുലർ എഡ്യൂക്കേഷൻ. റെഗുലർ എഡ്യൂക്കേഷനേക്കാളും മികച്ചതാണ് ഡിജിറ്റൽ ക്ലാസ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഡിബേറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ഫേവർ ആയിട്ടോ എഗെയിൻസ്റ്റോ ആയിട്ടോ 4 പോയിൻ്റ് എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. ഇതിന് ആൻസർ എങ്ങനെ തയ്യാറാക്കാം? ഇവിടെ 4ഉം എഗെയിൻസ്റ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നുകിൽ ഫോർ ദ ടോപ്പിക്, ഇൻ ഫേവർ ഓഫ് ദ ടോപ്പിക്, ടോപ്പിക്കിന് അനുകൂലമായിട്ടോ, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ദ ടോപ്പിക്, ടോപ്പിക്കിനെതിരായിട്ടോ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഫേവർ ആയിട്ട് 4 ആയിട്ട് എന്തൊക്കെയാണ് പറയാം? Classes organized with the support of advanced technology convey content and subject in a far more effective and efficient manner. അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് വേലും മനസ്സിലാക്കാൻ അത് സഹായിക്കുന്നു. സെക്കൻഡ് പോയിന്റ് എന്താ? ഡിജിറ്റൽ ക്ലാസ്സസ് ആർ എ ഫീസ്റ്റ് ടു ഓൺസ് ഐസ്. അല്ലേ? കണ്ണിന് കുളിർമയേകുന്ന ഒന്നാണ് ഡിജിറ്റൽ ക്ലാസ്സസ്. ഇറ്റ് ഈസ് വെരി അപ്പീലിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലാണത്. നോളജ്, ഇൻഫർമേഷൻ ആർ അറ്റ് അവർ ഫിംഗർ ടിപ്സ് ഇൻ എ ഡിജിറ്റൽ ക്ലാസ്. ഒരു ഡിജിറ്റൽ ക്ലാസ്സിൽ നോളജ്, അറിവ്, ഇൻഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വിരൽ തുമ്പിലാണ്. എഗെയിൻസ്റ്റ്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് പറയാം? ഡിജിറ്റൽ ക്ലാസ്സസ് ആർ മൊണോട്ടണസ്. മൊണോട്ടണസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ രീതിയിലാണ്. അതായത് ടീച്ചർ ഇങ്ങനെ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇൻവോൾവ്മെൻറ്റ് കുറവാണ്. സെക്കൻഡ് പോയിന്റ് എന്താ? ഇറ്റ് ഹാസ് ലിമിറ്റേഷൻ ഇൻ കണ്ടക്ടിങ് ഇൻട്രാക്റ്റീവ് സെഷൻസ്. ഇൻട്രാക്റ്റീവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. തേർഡ് പോയിന്റ്, റിയൽ ടൈം ക്ലാസ് റൂംസ് റീച്ച് ടു ഈച്ച് ആൻഡ് എവരി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. ഡിജിറ്റൽ ക്ലാസ്സിൻ്റെ ഒരു ഡീമെറിറ്റ് അതാണ്, അല്ലേ? ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ഉള്ള കുട്ടികൾക്ക് ഡിജിറ്റൽ ക്ലാസ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. Regular education help to identify the problems in children and find solution in a scientific way. റെഗുലർ എഡ്യൂക്കേഷനിൽ സാധാ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും? ടീച്ചേഴ്സിന് കുട്ടികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്താനും സഹായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് അനുകൂലമായിട്ടോ എഗെയിൻസ്റ്റ് ആയിട്ടോ ഉള്ള 4 പോയിന്റ് എഴുതിയാൽ മതി. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ യു ആർ എ ലേഡി റിപ്പോർട്ടർ അലൗഡ് ടു റിപ്പോർട്ട് ദ റിച്വൽ ഓഫ് വിമൻ ഓൺ ദ ഐലൻഡ് ഓഫ് കഡാവ്. ഡ്രാഫ്റ്റ് എ ലൈവ് TV റിപ്പോർട്ട്. ലൈവ് TV റിപ്പോർട്ട് നമ്മുടെ 3rd യൂണിറ്റിനെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ഇവിടെ എന്താ പറയുന്നത്? നമുക്കറിയാം ദ സീക്രട്ട് ടൈറ്റിൽസ് ഓഫ് കഡാവു എന്നുള്ള ചാപ്റ്ററിൽ നമുക്കറിയാം അവിടുത്തെ കഡാവു ഐലൻഡിലെ പെൺകുട്ടികൾ, മെയ്ഡൻസ് ഒരു സ്ട്രേഞ്ച് റിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സപ്പോസ് നിങ്ങൾ അവിടെ ഒരു ലേഡി റിപ്പോർട്ടറായിട്ട് നിങ്ങൾ അവിടെ എത്തുകയാണ്. നിങ്ങളത് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. സോ ആൻസർ നമുക്ക് നോക്കാം. ഐ ആം ജുവാനോ ഫ്രം സ്റ്റാർ TV സ്റ്റാൻഡിങ് അറ്റ് കഡാവു ഇൻ നാമുവാന വിത്ത് ക്യാമറാമാൻ അജിത് സാം. ലെറ്റ് മീ ഫെമിലറൈസ് യു വിത്ത് ദ ഏരിയ. നാമുവാന, ആസ് യു ക്യാൻ സീ, ഈസ് എ ബ്യൂട്ടിഫുൾ ക്വയറ്റ് വില്ലേജ് വിത്ത് റോക്കി ക്ലിഫ്സ് ഓൺ ദ ബീച്ച്. You can climb a rocky tract, enjoy watch. Many tourists have now gathered here. They are all getting ready for the turtle calling, which is a famous ritual here. Here the women chant a special tune to call turtles. There is a story connected to this legend. Once the beautiful princess Tinekobaga and her daughter were seized by a group of fishermen. As they were wading through the water, the women cried, but the warriors only laughed at the women's tears and pleas. The people here say that the gods shall send mighty storms and tossed the canoe. The fishermen saw the women turning into giant sea turtles. The turtles slipped into the water
and the sea grew calm. The Fijians still believe that forever afterwards, Chinekobaga and Rhodelis lived in the waters of that bay. You can see the women of Namuwana village dressed in mourning clothes and carrying sacred clubs as they walk to the shore. See, they are chanting to their beloved turtles. Let us see what happens. Oh, wonderful! As the women chant, the giant turtles rise to the surface of the bright blue waters of this beautiful bay beneath the cliffs of Kadau. Don't you feel excited to go near and see the turtles come up? It is true, you will see. ഓക്കെ ലിസിൻ, ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു ലൈവ് ടി വി റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ട കണ്ടന്റ് എന്ന് പറയുന്നത് ആ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കടാവു ഐലൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിൽ വിവരിച്ചിട്ടുള്ള റിച്വലിനെ കുറിച്ചുള്ള വിവരണങ്ങളുമാണ്. സോ അത് വെച്ചിട്ട് ഒരു ലൈവ് ടി വി റിപ്പോർട്ട് റെഡിയാക്കിയതാണ് ഇവിടെ. മിക്കവാറും ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പബ്ലിക് എക്സാമിനേഷന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ലൈവ് ടി വി റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 18th ക്വസ്റ്റ്യൻ. മാഗി ഇൻ ദ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് സേസ് ടു മിസ്റ്റർ ഗുപ്ത, ഐ വോണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് ഓഫ് മൈ ഹെഡ്, ബ്രെയിൻ വർക്ക്. വാട്ട് കൈൻഡ് ഓഫ് എ ജോബ് ഡു യു വാണ്ട്? ഹൗ വിൽ യു അച്ചീവ് ഇറ്റ്? റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ്. ഈ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ മാഗി ഇഷ്ടപ്പെടുന്ന ജോബ് ഒരു സെക്രട്ടറിയുടെ ജോബാണ്. അവൾ അതിനെ വിളിക്കുന്നത് എന്താ? ബ്രെയിൻ വർക്ക് എന്നാണ്. കറൻ്റ്ലി അവൾ വർക്ക് ചെയ്യുന്നത് ആസ് എ ടൈപ്പിസ്റ്റാണ്, ഒരു ടൈപ്പിസ്റ്റ് ജോലിയാണ്. അത് മാറ്റിയിട്ട് ബ്രെയിൻ വർക്ക് ആസ് എ ജോബ് ഓഫ് എ സെക്രട്ടറിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ക്വസ്റ്റൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് കൈൻഡ് ഓഫ് എ ജോബ് ഡു യു വാണ്ട്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി എന്താണ് അല്ലേ? എങ്ങനെ അത് നേടിയെടുക്കും? അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു പാരഗ്രാഫാക്കി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു മോഡൽ ആൻസർ നമുക്ക് നോക്കാം. In the story, the price of flowers, Maggie is working in a civil service store, but she didn't like that job. She wanted a job that involved her brain. I too wish to achieve a job that requires intelligence. Therefore, my ambition is to become a police officer in the crime branch, where I can use my intelligence to solve the cases I get in hand. No innocent people should get into troubles. I should be able to help such people who are trapped by certain cruel ones living around us. And I should be able to discharge my duties efficiently to maintain law and order in the society. To achieve my dream, I need to work hard. I should be confident and determined to achieve it. I should study well, and after my higher education, I will write a civil service examination to get into the service as an IPS officer to fulfill my dream. I am confident that one day I will achieve my goal. അപ്പോൾ ഇവിടെ എന്താണ്? നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ജോലിയെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ശ്രദ്ധിക്കുക, ഇവിടെ എഴുതിയിട്ടുള്ള എന്താ? ഒരു പോലീസ് ഓഫീസർ ആകണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ നമ്മുടെ ചാപ്റ്റർ വൈസ് അനാലിസിസിൽ നമ്മൾ ചെയ്തതാണ്. അവിടെ നമ്മൾ ആസ് എ ജോബ് ഓഫ് എ ടീച്ചർ, ഒരു ടീച്ചറുടെ ജോലിയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Listen, the passage given below contains a few errors. Edit the passage. അപ്പോൾ ഇവിടെ എഡിറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. എഡിറ്റിംഗ് മീൻസ് തെറ്റ് തിരുത്തുക. ശ്രദ്ധിക്കുക. ഇൻ ദ എൻഡ് അവർ സൊസൈറ്റി നീഡ് ടു ഗ്രോ അപ്പ്. മിസ്റ്റേക്ക് എന്താ? നീഡ്. അവിടെ എന്താ വേണ്ടത്? നീഡ്സ്. സിംഗുലർ ആയതുകൊണ്ട് വെർബിനെ സിംഗുലർ ആക്കണം. സോ നീഡ്സ്. ഗ്രോവിങ് അപ്പ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദർ ഈസ് നോ പെർഫെക്റ്റ് ആൻസേഴ്സ്. സോ അവിടെ ഈസ് അല്ല, പ്ലൂറൽ ആയതുകൊണ്ട് എന്ത് വേണം? ദർ ആർ. വി ഹാവിൻ ക്രിയേറ്റഡ് എ പെർഫെക്റ്റ് സൊസൈറ്റി ഓഫ് എർത്ത് അല്ല, ഓൺ എർത്ത്. ആൻഡ് വോൺ ഹാസ് അല്ല, ഹാവ്. ഹാവ് ഓൺ ഇൻ സൈബർ സ്പേസ് ഈതർ. Then listen to next question, question number 20. Then he completely forgot that he had not always able to fly and commenced to dive and soar, shrinking shrilly. The young seagull goes through a wide range of emotions and feelings before and after his first flight. Write a paragraph on the various feelings that he experienced before and after his first flight. അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് എഴുതാനാണ് നമ്മോട് ചോദിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ്? ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്കറിയാം യങ് സീകളിൽ
ഹി ഹാസ് അഫ്രൈഡ് ടു ഫ്ലൈ, അവന് പറക്കാൻ പേടിയാണ്. ബിക്കോസ് ഹി ഹാസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അവന് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ പറക്കാൻ പേടിച്ച് നിൽക്കുന്നുണ്ട്. അവൻ്റെ മദർ അവനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മോട് എഴുതാൻ പറയുന്നത് എന്താ? യങ് സീകൾ പറക്കുന്നതിന് മുൻപും പറന്നതിന് ശേഷവും അവൻ കടന്നു പോയിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ചാണ്. എന്തൊക്കെ ഇമോഷൻസാണ്, ഫീലിങ്സാണ് അവന് ഫേസ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് എഴുതാൻ പറയുന്നത്. നമുക്കൊരു സാമ്പിൾ ആൻസർ നോക്കാം. ബിഫോർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ദ യങ് സീകൾ വാസ് അഫ്രൈഡ് ഓഫ് ഫ്ലൈയിങ് because he thought that his wings won't support him and he would drown into the vast sea before him. When his family left him alone on the ledge, he felt loneliness and was troubled with heat and hunger. Though his family tried hard to make him fly, he never showed the courage to fly. His parents and siblings tried to inspire and motivate him, but the young seagull lacked the confidence to fly. But after his first flight, the young seagull was no more afraid of flying. He felt the excitement of not only himself but also of his family. The young seagull could now trust on his wings and himself. He felt confident that he would not fall and can fly now easily. He gained courage and enjoyed the art of flying. When his belly touched the water, he floated without any fear and difficulty. He realized that he would not sink further. അപ്പോൾ യങ് സീകളിൽ പറക്കുന്നതിന് മുമ്പും പറന്നതിന് ശേഷവും അവൻ കടന്നു പോയിട്ടുള്ള ഫീലിങ്സിനെ കുറിച്ചും അവനുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചുമാണ് ഈ പാരഗ്രാഫിൽ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഉൾപ്പെടുത്തേണ്ടത്. നൗ ലിസൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 21. ഇവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ 21 to 28 എന്ന് പറയുന്നത് 8 ചോദ്യങ്ങളിൽ നിന്ന് 4 എഴുതിയാൽ മതി. ഓരോന്നിനും 5 മാർക്കാണ്. 5 മാർക്ക് ക്വസ്റ്റ്യനാണ് ഈ സെക്ഷനിൽ വരുന്നത്. 4 നമ്മോട് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് അനലൈസ് ചെയ്യാം. ലിസൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 21. Gupta, on returning to India, narrates his experience of meeting Maggie and her family in London to his friends. Write the narration for Mr. Gupta. മിസ്റ്റർ ഗുപ്ത നടത്തുന്ന ഒരു നരേഷനാണ് നമ്മോട് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിനുണ്ടായ എക്സ്പീരിയൻസ് മിസ്റ്റർ ഗുപ്ത അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് നരേറ്റ് ചെയ്യുകയാണ്, വിവരിക്കുകയാണ്. അങ്ങനെ വിവരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക, അതാണ് നമ്മളോട് എഴുതാൻ ആവശ്യപ്പെടുന്നത്. സോ ഒരു സാമ്പിൾ ആൻസർ നമുക്ക് നോക്കാം. ലാസ്റ്റ് വീക്ക് ഐ വാസ് ഇൻ ലണ്ടൻ വേർ ഐ ഹാഡ് എ ടച്ചിങ് എക്സ്പീരിയൻസ്. വൺ ഡേ ഐ മെറ്റ് എ യങ് ഇംഗ്ലീഷ് ടീനേജ് ഗേൾ ഇൻ എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഷീ ലുക്ക്ഡ് പുവർ ആൻഡ് ലോൺലി. ഹർ നെയിം വാസ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്, ലവിംഗ്ലി കാൾഡ് ആസ് മാഗി. മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഇൻ നോവിങ് ഈച്ച് അതർ മെയ്ഡ് us friends. She took me to her home. Frank, her brother, was a soldier in India. They had no news of him for a long time. Her mother told me about a magical crystal ring sent by her son and wanted him to look at it to know about her son. As I was not superstitious, I refused. I again visited her house when her mother fell ill. The girl requested me to gaze at the crystal ring and console her mother by saying that her brother was alive. Urged by her, I told her mother that he was alive, and she recovered. After a few days, I received a postcard from Maggie informing her brother's death. I felt ashamed to face them and wrote them about my departure. On the day my departure, Maggie came to see me. She gave me a shilling to buy flowers to place them on her brother's grave. A shilling was a lot of money for a poor girl like her. I was really moved by her love, sacrifice, and the strong bond of relationship between the sister and brother. So, ഇവിടെ ശ്രദ്ധിക്കുക, മിസ്റ്റർ ഗുപ്ത നടത്തുന്ന ഒരു നരേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 മാർക്കിന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു നരേഷനാണ് എഴുതേണ്ടത്. ഇനി 6 മാർക്കിനാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിൾ ആൻസറും ഇവിടെ നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഐ നോ യു ആൾ ആർ റിയലി ഈഗർ ടു ഹിയർ ഫ്രം മീ അബൌട്ട് മൈ ഡേയ്സ് ഇൻ ലണ്ടൻ. ഐ വുഡ്
certainly detail my life over there. But before that, I want you all to hear about a nice and poor family I happened to meet from there. I am sure you will be excited too. When I was there, one day, accidentally, I happened to meet a young girl of 14 from a very poor background. I met her from a restaurant where she usually comes to have her lunch on weekends. When she received her weekly wage, this I learned from her later on. You see, she seemed to be pretty much anxious to know my detail. I even found her inquiring about me to the cashier at the bill desk. That really aroused my interest in her, and I started searching for her all through that locality, but in vain. Fortunately, I found her in the same restaurant the next week. I had made up my mind, so I directly went and shared her table and started a conversation. Though she was reluctant in the beginning, she surrendered. Do you know what was the first thing she talked to me? That's the funny thing about it. She wanted to know if I was an Indian and also if I was a vegetarian. Sorry guys, I forgot to tell you her name. She is Maggie. She works in the civil service stores, a job not to her liking. But the burden of her family is on her young shoulders. Hence, she pulls on. Her only sibling was a brother who was serving as a soldier in our country, in the Punjab, to be exact. However, there was no information about him for long. He had sent his family a sacred ring which a yogi in India gifted him, saying that it had occult powers. It is said that if somebody gazed into the ring thinking about a distant person, he or she can see that person in the ring and where exactly he was. That's funny, right? So that was the reason why she was interested in me, because I was an Indian. So they wanted me to try on that crystal ring. I didn't believe in all such things, yet I didn't want to disappoint that poor mother and child. I did it for them and told them I couldn't see anything in it. They were disappointed. After that first visit, I was a frequent visitor because I loved Maggie. She was like my little sister. The sad part of it was that I had to lie to her mother, looking into the same ring the second time, that her son was well and alive. I was in a tight situation when her mother's condition was worsening and the doctor had even given up hope. Maggie pleaded to me to do her that favor, and I had no choice. My words brought the lady back to life. I am glad. Later, I learned that Frank had died in the war almost the same time. I had told her a lie. I am ashamed of myself, though it was for a good cause. Hence, I didn't even stop to visit that family during mourning and just wrote to them about my return. Maggie gave me this shilling to buy flowers for her brother's grave, and I accepted it because I didn't want to deprive her of the joy and peace of that sacrifice she was doing for her dead brother. I should visit there someday for my loving sister. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ ശ്രദ്ധിക്കുക, മാഗിയെക്കുറിച്ചും മാഗിയുടെ മദറിനെ കുറിച്ചുള്ള നരേഷൻ മിസ്റ്റർ ഗുപ്ത ഫ്രണ്ട്സിനോട് നടത്തുകയാണെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 മാർക്കാണെങ്കിലും 5 മാർക്കാണെങ്കിലും 6 മാർക്കാണെങ്കിലൊക്കെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഇവിടെ ചർച്ച ചെയ്തു. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് മിസ്റ്റർ ഗുപ്ത പറയുന്ന പോലെയാണ് നരേഷൻ എഴുതേണ്ടത്. അതാണ് ഈ സെക്കൻഡ് 6 മാർക്കിനുള്ള പാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 22. Deeds speak louder than words. Good deeds will be remembered forever. Justify this statement. ഓക്കെ, നമുക്കറിയാം സെക്കൻഡ് യൂണിറ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വേർഡ്സ് ആൻഡ് ഡീഡ്സ് ആണ്. അതിൽ നമ്മൾ ഒരുപാട് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ സ്വഭാവ വിശേഷണങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഡീഡ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. വാക്കുകളെക്കാളും മികച്ചതാണ് പ്രവർത്തനങ്ങൾ എന്ന്. ഓക്കെ, ആ ഒരു കാര്യത്തെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളോട് എഴുതാൻ പറയുന്നത്. അതായത് നല്ല നല്ല പ്രവൃത്തികളാണ്
പറയുന്നതിനേക്കാളും മികച്ചത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലിസൺ, ഒരു സാമ്പിൾ ആൻസർ നമുക്ക് നോക്കാം. ഡീഡ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് ഈസ് എ ഹെവിലി ലോഡഡ് തോട്ട്. ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. എനിവൺ ക്യാൻ ടോക്ക് അബൌട്ട് എനിത്തിങ് വിച്ച് ഈസ് നോട്ട് എ ബിഗ് ടാസ്ക് അറ്റ് ഓൾ. ടോക്കിംഗ് അബൌട്ട് സംതിങ് ഗ്രേറ്റ് വോണ്ട് മേക്ക് ഓൺ ഗ്രേറ്റ്. ഗ്രേറ്റ്നെസ് ഡിപ്പെൻഡ്സ് ഓൺ ഡീഡ്സ്. ഇവിടെ എന്താ പറയുന്നത്? കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷേ പ്രവർത്തിച്ച് കാണിക്കുകയാണ് ഏറ്റവും മികച്ച കാര്യമെന്നാണ് പറയുന്നത്. Do good things. This is only thing a human being should do to make them and the world a better place to live in. The effect of good deeds is long lasting. We are human beings, moreover, we are mortal too. We won't be able to take anything with us when we die. We die with free hands. All our achievements will become useless and worthless when it comes to the icy hands of death. But only one thing remains in this physical world, which spread its fragrance all over the globe. That is our great good deeds. It is eternal. No one can ever destroy that. Even after decades, those good deeds will remain in the society and pass on from one generation to the next. It helps the society in a constructive manner to thrive and flourish. ഇവിടെ എന്താ പറയുന്നത്? നമ്മളെല്ലാവരും മോർട്ടലാണ്, മരിക്കും. ഹ്യൂമൻ ബീയിങ്സിന് മരണമുണ്ട്. മരിക്കാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ഗുഡ് ഡീഡ്സ് മാത്രം ഈ ഭൂമിയിൽ നിലനിൽക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡെത്ത് ലെവലർ എന്നുള്ള പോയത്തിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസയിൽ ഈ തീം പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതായത് നമ്മുടെ മരണശേഷം ഭൂമിയിൽ നിലനിൽക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പാരഗ്രാഫ് ക്വസ്റ്റിന് 5 മാർക്ക് ക്വസ്റ്റിന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം, പാർട്ട് 3 ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻസറൊക്കെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഓൾ.